പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയം വീണ്ടും ദേശീയ ശ്രദ്ധ നേടുകയാണ്. സംസ്ഥാനത്തെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് ഇന്ന് നിരവധി വെല്ലുവിളികളെയും രാഷ്ട്രീയ പ്രതിസന്ധികളെയും നേരിടുകയാണ്. ഒരു കാലത്ത് ബംഗാളിൽ ശക്തിയായി നിലകൊണ്ടിരുന്ന പാർട്ടിക്ക് ഇപ്പോൾ അകത്തും പുറത്തുമായി സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുകയാണ്. 2011 മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഇടതു മുന്നണിയെ 34 വർഷത്തെ ഭരണത്തെ താഴെയിറക്കിയാണ് TMC അധികാരത്തിൽ വന്നത്. അതിനുശേഷം തുടർച്ചയായ തിരഞ്ഞെടുപ്പുകൾ ജയിച്ച പാർട്ടി ബംഗാളിലെ പ്രധാന രാഷ്ട്രീയ ശക്തിയായി മാറി. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പാർട്ടിയെ ചുറ്റിപ്പറ്റി നിരവധി വിവാദങ്ങളും ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അധ്യാപക നിയമന അഴിമതി, കൽക്കരിക്കടത്ത്, കന്നുകാലിക്കടത്ത് തുടങ്ങിയ നിരവധി കേസുകളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനം തൃണമൂൽ നേതാക്കളെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പാർട്ടിയിലെ ചില പ്രമുഖ നേതാക്കൾ അറസ്റ്റിലാവുകയും ചോദ്യം ചെയ്യലിന് വിധേയമാവുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷം ഈ വിഷയങ്ങളെ ശക്തമായി രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. അതേസമയം സംസ്ഥാനത്ത് BJPയുടെ വളർച്ചയും തൃണമൂലിന് വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. ഒരു കാലത്ത് ബംഗാളിൽ വലിയ സ്വാധീനമില്ലാതിരുന്ന BJP കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ ശക്തമായ രാഷ്ട്രീയ സാന്നിധ്യം ഉണ്ടാക്കി. ലോക്സഭ, നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ BJP മികച്ച പ്രകടനം കാഴ്ചവെച്ചത് തൃണമൂലിന് മുന്നറിയിപ്പായി മാറി. പാർട്ടിക്കുള്ളിലെ അസംതൃപ്തിയും മറ്റൊരു പ്രധാന വിഷയമാണ്. ചില നേതാക്കൾ പാർട്ടി നേതൃത്വത്തിനെതിരെ പരസ്യമായി വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചിലർ പാർട്ടി വിട്ട് മറ്റ് രാഷ്ട്രീയ കക്ഷികളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇത് തൃണമൂലിന്റെ സംഘടനാ ശക്തിയെ ബാധിക്കുന്ന ഘടകമായി വിലയിരുത്തപ്പെടുന്നു. കൂടാതെ സംസ്ഥാനത്ത് നടക്കുന്ന അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് സമയങ്ങളിലും അതിനുശേഷവും ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ബംഗാളിന്റെ രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ച് ദേശീയ തലത്തിൽ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട്. പ്രതിപക്ഷം നിയമവും ക്രമവും തകർക്കുന്നുവെന്ന് ആരോപിക്കുമ്പോൾ സർക്കാർ ഈ ആരോപണങ്ങൾ തള്ളിക്കളയുകയാണ്. ഇതിനിടെ തൃണമൂലിന്റെ യുവ നേതാവും മമതാ ബാനർജിയുടെ അനന്തരാവകാശിയായി കണക്കാക്കപ്പെടുന്ന അഭിഷേക് ബാനർജിയുടെ നേതൃത്വവും വലിയ ചർച്ചാ വിഷയമാണ്. പാർട്ടിയുടെ ഭാവി നേതൃത്വം സംബന്ധിച്ച് ഉയരുന്ന ചോദ്യങ്ങളും രാഷ്ട്രീയ നിരീക്ഷകർ ശ്രദ്ധാപൂർവം വിലയിരുത്തുന്നുണ്ട്. എന്നിരുന്നാലും തൃണമൂൽ കോൺഗ്രസിനെ പൂർണ്ണമായും എഴുതിത്തള്ളാൻ രാഷ്ട്രീയ വിദഗ്ധർ തയ്യാറല്ല. കാരണം മമതാ ബാനർജിക്ക് ഇപ്പോഴും വലിയ ജനപിന്തുണയുണ്ട്. ഗ്രാമീണ മേഖലയിൽ പാർട്ടിയുടെ സംഘടനാ അടിത്തറ ശക്തമാണ്. സ്ത്രീകൾക്കും സാധാരണ ജനങ്ങൾക്കുമായി നടപ്പിലാക്കിയ വിവിധ ക്ഷേമ പദ്ധതികളും പാർട്ടിക്ക് ഇപ്പോഴും പിന്തുണ നൽകുന്ന ഘടകങ്ങളാണ്. അതിനാൽ ഇന്ന് തൃണമൂൽ കോൺഗ്രസ് ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അഴിമതി ആരോപണങ്ങൾ, പ്രതിപക്ഷത്തിന്റെ വളർച്ച, പാർട്ടിക്കുള്ളിലെ അഭിപ്രായ ഭിന്നതകൾ എന്നിവ ഒരു വശത്തും മമതാ ബാനർജിയുടെ ജനപ്രീതിയും ശക്തമായ സംഘടനാ സംവിധാനം മറ്റൊരു വശത്തുമാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ഈ പ്രതിസന്ധികളെ തൃണമൂൽ എങ്ങനെ നേരിടും എന്നതിന്റെ യഥാർത്ഥ പരീക്ഷണമായിരിക്കും. പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയം ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത് ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.